നമസ്കാരം. CPM-നും ജനീഷ് കുമാർ MLA-ക്കും നിർണായകമായ ചിറ്റാർ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതിന് അപരൻ ഭീഷണി. പഞ്ചായത്ത് 2ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനുള്ള പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം പിന്നിട്ടതോടെ 4 പേരാണ് മത്സരരംഗത്ത് ശേഷിക്കുന്നത്. ജോർജ് ജേക്കബ്, ജോളി, KP പ്രസന്നകുമാർ എന്നിവരാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോർജ് തോമസും മത്സരരംഗത്തുണ്ട്. കോൺഗ്രസും BJP-യും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ CPM സ്വതന്ത്രനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. LDF സ്വതന്ത്രൻ ജോർജ് ജേക്കബിന് അപരനായിട്ടാണ് സ്വതന്ത്രൻ ജോർജ് തോമസ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഭാഗമാണ് അപരനെ രംഗത്തിറക്കിയതിലൂടെ വ്യക്തമായതെന്ന് CPM ആരോപിക്കുന്നു. വർഷങ്ങളായി CPM-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സീറ്റിൽ സ്വതന്ത്രനെ രംഗത്തിറക്കിയതിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നുണ്ട്. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതന്റെ നോമിനിക്ക് CPM നേതൃത്വം സീറ്റ് വിട്ടുകൊടുത്തു എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സജി കുളത്തങ്കലിന്റെ നോമിനിയാണ് ജോർജ് ജേക്കബ് എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. CPM പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് വകവെക്കാതെയാണ് പാർട്ടിയുടെ സീറ്റ് MLA-യുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ദാനം ചെയ്തത്. പഞ്ചായത്ത് ഭരണം നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതിനാൽ ചില വിട്ടുവീഴ്ചകൾ വേണമെന്നതാണ് ഇവരുടെ നിലപാട്. മാത്രമല്ല, സജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസുകാർ LDF-നൊപ്പം ചേർന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രയോജനം ചെയ്തുവെന്നും ഇവർ വാദിക്കുന്നു. CPM വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച വ്യക്തിയെ അവസാന നിമിഷമാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു കൂടി പങ്കെടുത്ത യോഗത്തിൽ ഒഴിവാക്കിയത്. ഇതിനെതിരെ അണികളിൽ അമർഷം ശക്തമാണ്. ഇവരെ അനുനയിപ്പിക്കുന്നതിനുള്ള നടപടികളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM ഏരിയ കമ്മിറ്റി അംഗം MS രാജേന്ദ്രനെ 3 വോട്ടിനാണ് സജി പരാജയപ്പെടുത്തിയത്. രക്തസാക്ഷി കുടുംബങ്ങളിലെ 2 പ്രമുഖർ തമ്മിൽ ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പ് ജില്ലയിലെ തന്നെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. പിന്നീട് കോൺഗ്രസിലെ തർക്കം മൂലം സജി കുളത്തങ്കൽ LDF-മായി ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി. CPM-ലെ ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് സജിയെ പിന്തുണയ്ക്കാൻ CPM ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തത്. ഹൈക്കോടതി വിധിയെ തുടർന്ന് 1 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. നിലവിൽ കോൺഗ്രസിനും CPM-നും 5 സീറ്റുകൾ വീതവും BJP-ക്ക് 2 സീറ്റുകളുമാണ് പഞ്ചായത്തിൽ. കോൺഗ്രസിലെ A ബഷീർ നറുക്കെടുപ്പിലൂടെ കഴിഞ്ഞ മാസം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർ ഭരണം നേടുമെന്നതിനാൽ ഇരു മുന്നണികൾക്കും വിജയം അഭിമാന പ്രശ്നമാണ്. 30-നാണ് ഉപതെരഞ്ഞെടുപ്പ്. 31-ന് ഫലപ്രഖ്യാപനം നടക്കും.